ഏറെ പതിറ്റാണ്ട് കാലത്തെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ദൈവത്തിന് വഴിപ്പെട്ട് ജീവിച്ചിട്ട് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ബൈനറിക്കെതിരെ, രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അതിർത്തിക്കെതിരെ, രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂസിനെതിരെ, കാരണം ദൈവികമായ മൂല്യങ്ങൾ ഒരിക്കലും മാനവിക മൂല്യങ്ങളായിട്ട് ഏറ്റുമുട്ടില്ല. ഒന്ന്, ജനാധിപത്യം വേണമെന്ന് നിങ്ങളുടെ പോളിസിയിൽ ഇപ്പോഴുണ്ടല്ലോ. നിങ്ങൾ ജനാധിപത്യത്തെ എതിർത്തവരല്ലേ ആണ്. എന്നാൽ ഇനി പറഞ്ഞ ജനാധിപത്യത്തെ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ തുടക്കത്തിൽ എതിർത്തിന് ഇന്നലെ എതിർത്തു, ഇന്നും എതിർത്തു, നാളെ എതിർക്കും, ഖിയാമത്ത് നാൾ വരെ എതിർക്കും. എന്താ ജനാധിപത്യത്തെ എതിർത്ത വശം? ജനാധിപത്യത്തിന്റെ താത്വിക അടിത്തറയാണ് എതിർത്തത്. അഥവാ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷം അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന ജനാധിപത്യത്തിന്റെ തത്വത്തെ എതിർക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവവിശ്വാസിയാണോ? എതിർക്കാൻ ബാധ്യസ്ഥരാണ്. ശരിയും തെറ്റും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും, വേണ്ടതും വേണ്ടാത്തതും, സന്മാർഗവും ദുർമാർഗവും തീരുമാനിക്കുന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രകാരമായിരിക്കണമെന്നാണ് ജനാധിപത്യത്തിന്റെ താത്വിക അടിത്തറ. എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന വിശ്വാസമുള്ള സത്യവിശ്വാസത്തിന്റെ നേരിയ കണികയുള്ളവർ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് പറയൂ, 51% ആളുകൾ മദ്യം വേണമെന്ന് പറഞ്ഞാൽ മദ്യം അനുവദിക്കുക. 2 ആള് കൂറുമാറി വേണമെന്ന് പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞാൽ നിരോധിക്കുക. 49 ആളുകൾ സ്വർഗരതി വേണ്ട, സ്വർഗരതി വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ടാതിരിക്കുക. 2 ആള് കൂറുമാറി 51% സ്വർഗരതി വേണമെന്ന് പറഞ്ഞാൽ വേണമെന്നാവുക. അതുപോലെ തന്നെ ഈ രാജ്യത്തെ പലിശ വേണമെന്ന് 51% പറഞ്ഞാൽ നടപ്പാകുക. ടൂറിസം വികസനത്തിന്റെ പേരിൽ കേരളത്തിലെ പെൺകുട്ടികളെ വിദേശികൾക്ക് വ്യഭിചരിക്കാൻ കൊടുത്തതിന് നികുതി പിരിച്ച് തിന്നണം തീറ്റണമെന്ന് 51% പറഞ്ഞാൽ നടപ്പാവുക. കൂറുമാറി 49 ആയാൽ നടപ്പാവാതിരിക്കുക. ന്യൂനപക്ഷ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും, നന്മയും തിന്മയും, ധർമ്മവും അധർമ്മവും, വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കുന്ന ജനാധിപത്യത്തിന് താത്വിക അടിത്തറ ഏത് മതമാണ് അനുവദിക്കുക, ഏത് ഈശ്വര വിശ്വാസം അനുവദിക്കുക, ഏത് പടച്ചോനെ വിശ്വസിക്കുന്നവരെ അനുവദിക്കുക? ആചാര്യ പടച്ചോനെ എന്താവുണ്ട്? മാർക്സിസ്റ്റുകൾ മാത്രമേ, മാർക്സിയൻ ദാർശനികത മാത്രമേ എന്റെ അറിവനുസരിച്ച് മൂല്യങ്ങൾ സാമൂഹ്യ സാഹചര്യങ്ങളെയും സാമ്പത്തിക ഘടനയും സൃഷ്ടിയാണെന്ന് പറഞ്ഞത് മാർക്സിയൻ ഭൗതിക ദർശനമാണ്. അതിനപ്പുറം ലോകത്ത് നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പൊട്ടൻ അവസാനം ഒരു മുസ്ലിമില്ലേ നമുക്ക്? ആ മുസ്ലിം എന്ന നിലയിൽ ഒരു അവസാനത്തെ ഇസ്ലാമിലെ ഇത്തിരി അംശമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ശരിയും തെറ്റും, നന്മയും തിന്മയും, വേണ്ടതും വേണ്ടാത്തതും, നടക്കേണ്ടതും നടക്കാണ്ടതും തീരുമാനിക്കേണ്ടത് 51-49% അടിസ്ഥാനത്തിലാണോ? ഭൂരിപക്ഷ ന്യൂനപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ആവരുതെന്ന് പറയുന്നു ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ എന്ത് പറയുന്നു? ആണെന്ന് പറഞ്ഞ് ആ മതത്തിൽ ഞങ്ങളില്ല, അത് ഞങ്ങൾ രാജിവെച്ചിരിക്കുന്നു. സംശയം. ഇത് പറയാൻ അല്പം പോലും ഞങ്ങൾക്ക് പ്രയാസമില്ല. അഥവാ നിയമനിർമ്മാണത്തിന്റെ ഹാക്കിമിയത്ത്, സുപ്രീം സോവറിറ്റി, പരമാധിപത്യം ജനങ്ങൾക്കാണെന്ന് പറയുന്നത് ശിർക്കാണ്. പാർലമെന്റ് ആണെന്ന് പറയുന്നത് ശിർക്കാണ്. അസംബ്ലിക്കാണെന്ന് പറയുന്നത് ശിർക്കാണ്. മന്ത്രിസഭക്കാണെന്ന് പറയുന്നത് ശിർക്കാണ്. 51% പറയുന്നത് ശിർക്കാണ്. അല്ലാഹു മാത്രമേ ഉള്ളൂ. ഈ തൗഹീദിന്റെ ഈ മർമ്മം അംഗീകരിക്കുന്നില്ല എങ്കിൽ ഒരു നിമിഷം ഞാൻ ചോദിക്കട്ടെ, നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അബൂബക്കർ നദവി സാഹിബിനാണ് ഞാൻ അംഗീകരിച്ച അബൂബക്കർ നദവി സാഹിബിനോട് പറയും എന്നെയാണ് ആരാധിക്കേണ്ടത്, എന്നെയാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയില്ല, ഞാൻ കേൾക്കണ്ടേ? നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം നദവി സാഹിബിനാണെങ്കിൽ നദവി സാഹിബിനോട് പറഞ്ഞൂടെ, ഷെയ്ഖു അമ്മയെ എന്റെ പരമാധിപത്യം അംഗീകരിച്ചിരിക്കുന്നു, ഇനി മുതൽ ഷെയ്ഖു അമ്മ ആരാധിക്കേണ്ടത് എന്നെയാണ് പറഞ്ഞൂടെ? നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ദൈവത്തിനാണ്, അള്ളാഹുവിനാണെന്ന് അംഗീകരിക്കാത്തയിടത്തോളം കാലം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നത് പോലും അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിന് താത്വിക അടിത്തറയെ ഞാൻ പറയുന്നു, ഏതൊരു ഈശ്വര വിശ്വാസിയും എതിർക്കാൻ ബാധ്യസ്ഥരാണ്. ഏതൊരു വിശ്വാസി ജമാഅത്ത് ഇസ്ലാമി ആർജവത്തോടെ തന്റെ ഇടത്തോടെ എതിർക്കുന്നു, യാതൊരു പ്രശ്നവും.